അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ആളുകൾ കൂടുതലായിട്ട് ചോദിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ജോലി ചെയ്യാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? ഓക്കെ, അതായത് ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ 10ാം ക്ലാസ് പാസ്സായ ഏതൊരാൾക്കും ഈ ഫീൽഡിൽ അതാത് ഗ്രേഡിൽ ജോലി കിട്ടും. അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ഡിഗ്രി ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് എഞ്ചിനീയർ ആയിട്ട്, സൂപ്പർവൈസർ ആയിട്ട്, ഇൻസ്പെക്ടർ ആയിട്ടൊക്കെ, പിന്നെ 10ാം ക്ലാസ് പാസ്സായവർക്ക്, പിന്നെ +2 ITA ചെയ്തവർക്കൊക്കെ ഇൻസ്പെക്ടർ, ടെക്നീഷ്യൻ, സൂപ്പർവൈസർ ഒക്കെ ആയിട്ടും വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത കമന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ആവശ്യമായ പ്രധാന കോഴ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അതായത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സായ ഓയിൽ ആൻഡ് ടെക്നോളജി, പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ലൈൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ QA QC, NDT ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ട കോഴ്സുകൾ. അപ്പോൾ അടുത്തൊരു കമന്റ്, ഈ കോഴ്സ് പൂർത്തിയാക്കിയാൽ വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. അതായത് ഗൾഫ് കൺട്രീസിൽ, അതുപോലെ ആഫ്രിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ നോർമലി എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകാൻ ഇപ്പോൾ ആൾക്കാർ എന്തായാലും ക്യൂ നിൽക്കുന്ന ഒരു കാലമാണല്ലോ. നല്ല രീതിയിൽ ഡിമാൻഡുള്ള കോഴ്സ് തന്നെയാണ്. അടുത്തത് കുറെ പേര് ചോദിക്കുന്ന ഒരു കമന്റ്, ഇത് ഓൺലൈനായിട്ട് പഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. അതായത് ഇന്നിപ്പോൾ ആളുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു കമന്റ് ആണ്, അതായത് പൊതുവെ കേട്ട് വരുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ എന്നും അപകടം പിടിച്ചൊരു മേഖലയാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഓക്കെ, എല്ലാ മേഖലയ്ക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്, ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ റോഡിൽ കുറേ ആക്സിഡൻസ് നടക്കുന്നുണ്ട് എന്നും കരുതി ആളുകൾ വണ്ടി എടുത്ത് റോഡിൽ ഇറങ്ങാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ കോഴ്സിൽ നമ്മുടെ സേഫ്റ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സേഫ്റ്റി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ ആൾക്കാരും കമന്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് 1 മാസം മുതൽ 6 മാസം കൊണ്ട് വരെ ഈ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റും. സാധാരണ ഷോർട്ട് ടേം പ്രൊഫഷണൽ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കമന്റ്, ഈ കോഴ്സുകൾ പഠിച്ചാൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഓക്കെ, അതായത് ഓൺഷോർ ഓഫ്ഷോർ റിഗുകളിൽ റോസ്റ്റ് ബോട്ട്, റിഗർ, ഡ്രില്ലർ, ഫ്ലോർമാൻ ഇങ്ങനെയൊക്കെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതുകൂടാതെ തന്നെ കെമിക്കൽ പ്ലാന്റ്, ഷുഗർ പ്ലാന്റ്, പവർ പ്ലാന്റ്, പിന്നെന്താ ഓട്ടോമൊബൈല്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇൻസ്പെക്ടർ ആയിട്ടും എഞ്ചിനീയർ ആയിട്ടും ടെക്നീഷ്യൻ ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ള കമന്റ്സ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു 10 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ലീഡിംഗ് ഫാക്കൽറ്റീസ് ഉണ്ട്. അവർ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാൻ റെഡിയാണ്. അതുകൂടാതെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ജോബിന്റെ അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്, വേക്കൻസീസ് ഇടുന്നുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഷെയർ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം.